മക്കളെ കീമിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താ നോട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ ഓപ്ഷനുകൾ ക്ഷണിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എഞ്ചിനീയറിങ്ങിൻ്റേത് മാത്രമാണ്. ഫാർമസി വന്നിട്ടില്ല, ആർക്കിടെക്ചർ വന്നിട്ടില്ല, മെഡിക്കൽ അലൈഡും വന്നിട്ടില്ല, എഞ്ചിനീയറിങ്ങിൻ്റെ മാത്രം. അപ്പോൾ 2026-27 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടേത് മാത്രമാണ് വന്നിരിക്കുന്നത്. അതിൽ ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ്, അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എല്ലാം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഈ 2026 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് എക്സാം എഴുതി യോഗ്യത നേടിയ കുട്ടികൾക്ക് ജൂലൈ 6 വൈകിട്ട് 4 മണി വരെ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻ കൊടുക്കാം. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കുട്ടിയും അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താലേ പരിഗണിക്കൂ. ഇനി ജൂലൈ 2 ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ 6 വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷനുള്ള സമയമുണ്ടാവും. ജൂലൈ 5 ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ജൂലൈ 7 പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. ജൂലൈ 8 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഇനി അതിൽ കോളേജിൽ ജോയിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടില്ല. അത് ചിലപ്പോൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്താൽ മതിയാവും, ചിലപ്പോൾ കോളേജിൽ പോകേണ്ടി വരില്ല. സാധാരണഗതിയിൽ ഫീ പേ ചെയ്താൽ മതിയാവും. ഓക്കെ, അത് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ റിസൾട്ട് വരിക 9 അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ടത്, ഫീ പേ ചെയ്യേണ്ടത് 9 തുടങ്ങി 12 വരെയാണ്. ഇനി നിങ്ങൾക്കൊരു റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എടുത്തില്ല, നിങ്ങൾ ഫീസ് അടച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ ഫീസ് അടച്ചാൽ സീറ്റ് എടുത്തതിന് തുല്യമാണ്. ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ആ അലോട്ട്മെൻറ്റും പോവും, ആ സ്ട്രീമിലെ എല്ലാ ഹയർ ഓപ്ഷനും റദ്ദാവും. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിന് നിങ്ങൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അതിൽ 1-മത്തെയോ 10-മത്തെയോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് എടുത്താൽ മാത്രമാണ് നിങ്ങൾ അടുത്ത റൗണ്ടിൽ ഉണ്ടാവുക. ഇത് എടുത്തില്ലെങ്കിൽ ഈ സീറ്റും പോയി, നിങ്ങൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഫുൾ സ്ട്രീമിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് നിങ്ങളുടെ ഫാർമസിയെ ബാധിക്കില്ല, ആർക്കിടെക്ചറിനെയോ മെഡിക്കൽ അലൈഡിനെ ബാധിക്കില്ല, എഞ്ചിനീയറിങ്ങിനെ മാത്രമേ ബാധിക്കൂ. ആ ബന്ധപ്പെട്ട സ്ട്രീം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിൽ മാത്രമേ നിങ്ങളെ പുറത്താക്കൂ, നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ. ഇനിയുള്ള, അതായത് ഈ 1-ാം റൗണ്ട് അലോട്ട്മെൻറ്റിന് ശേഷം വരാനുള്ള 2-3 റൗണ്ടുകളുടെയൊക്കെ ഡീറ്റെയിൽസ് പിന്നാലെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഇടാം. ഇതിപ്പോൾ 1-ാമത്തെ റൗണ്ടിൻ്റെത് മാത്രമാണ്. ഇനി അതിലെ സീറ്റ് റിസർവേഷൻ നോക്കുക. സ്റ്റേറ്റ് മെറിറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒരു 50% സീറ്റുണ്ട്. EWSന് ഒരു 10%, SC/BCയിൽ ഒരു 30%. അതായത് അതിൽ 9% ഈഴവയാണ്, 8% മുസ്ലിം കാറ്റഗറി, ബാക്ക്വേഡ് ഹിന്ദു 3%, ലാറ്റിൻ കാത്തലിക് 3%, ധീവര 2%, വിശ്വകർമ്മ 2%, അതുപോലെ കുശവൻ കാറ്റഗറി 1%, ബാക്ക്വേഡ് ക്രിസ്ത്യൻ 1%, കുടുംബി കാറ്റഗറി 1%, SC 8%, ST 2%. ഇങ്ങനെ സീറ്റ് റിസർവ്ഡ് ആണ്. അതേപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഫീസുണ്ട്. എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 2000 രൂപ ടോക്കൺ ഫീ അടയ്ക്കേണ്ടി വരും. അതായത് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടി വരും. ഈ 2000 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ചാൽ നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടിയാൽ കോഴ്സിൻ്റെ ട്യൂഷൻ ഫീയിൽ ഈ തുക കുറച്ചോളും. അതുപോലെ ഈ SC ST OEC കാൻഡിഡേറ്റിനൊക്കെ, അതുപോലെ ഈ ഫീസ് ആനുകൂല്യമുള്ള കുട്ടികളൊക്കെ 500 രൂപ അടച്ചാൽ മതി. അവരുടെ ഇതും കോഷൻ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഫീസിൽ കുറച്ചുകൊള്ളും. അപ്പോൾ നോർമലി ഒരു കാൻഡിഡേറ്റ് 2000 രൂപ അടയ്ക്കണം. ബാക്കിയുള്ളവർ SC ST അല്ലെങ്കിൽ OEC കാറ്റഗറി ഇങ്ങനെ ഫീസ് ആനുകൂല്യമുള്ള കുട്ടികൾ 500 രൂപ അടയ്ക്കുക. ഇത് നിങ്ങളുടെ ഫീസിൽ കുറച്ചോളൂ. ഇനി സപ്പോസ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, ഇത് തിരിച്ചു വന്നോളൂ. ഈ പൈസ നഷ്ടപ്പെട്ടില്ല, തിരിച്ചു വരും. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ ഈ പൈസ പോവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് തിരികെ കൊടുക്കും. ഇപ്പോൾ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ തുക കിട്ടുന്നതിനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫീ പേ ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഫീ തിരിച്ചു വരാനുള്ള അക്കൗണ്ട് ഡീറ്റെയിലൂടെ കൊടുത്താൽ മതി. അതിലേക്ക് ഓട്ടോമാറ്റിക്കലി പിന്നീട് ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടേ വരൂ. പിറ്റേ ആഴ്ചയൊന്നും വരില്ല. ഈ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞിട്ടേ ഈ പൈസ തിരിച്ചു വരൂ. ഇനി ഇതിൽ സീറ്റ് എവിടെയൊക്കെയാണെന്ന് നോക്കുക. കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അഥവാ കേപ്പിന് കീഴിലുള്ള സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ 90% മെറിറ്റ് സീറ്റും ഈ വഴിക്കാണ് ഫില്ല് ചെയ്യുക. 5% മാനേജ്മെൻറ്റ് സീറ്റ്, അതായത് കോപ്പറേറ്റീവ് വകുപ്പിലെ ജീവനക്കാരുടെ മക്കൾക്കുള്ള സീറ്റും ഇങ്ങനെ തന്നെയാണ് പോവുക. ഈ കീമ് വഴി തന്നെയാണ് പോവുക. അതേപോലെ തന്നെ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കിയിലെ 95% സീറ്റും സർക്കാർ സീറ്റുകളായിട്ട് അലോട്ട്മെൻറ്റ് നടത്തും. ആര് നടത്തും? കീമ് തന്നെ നടത്തും. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ 95% സീറ്റും എൻട്രൻസ് കമ്മീഷനാണ് ഫില്ല് ചെയ്യുക. തിരുവനന്തപുരത്ത് പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 50% മെറിറ്റ് സീറ്റും 35% മാനേജ്മെൻറ്റ് സീറ്റും എൻട്രൻസ് കമ്മീഷനാണ് ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സീറ്റുകളൊക്കെ എൻട്രൻസ് കമ്മീഷൻ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓൺലൈൻ രജിസ്ട്രേഷനോടെയാണ് ഫില്ല് ചെയ്ത് പോവുക. കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ സീറ്റുകൾ അല്ലാതെയുള്ള സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ 50% മെറിറ്റ് സീറ്റും 45% മാനേജ്മെൻറ്റ് സീറ്റും എൻട്രൻസ് കമ്മീഷനാണ് ഫില്ല് ചെയ്യുക.
അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 50% മെറിറ്റ് സീറ്റും എൻട്രൻസ് കമ്മീഷനാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ രജിസ്റ്റേർഡ് സൊസൈറ്റി അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ട്രസ്റ്റ് കോട്ടയിലെ സീറ്റുകളുടെ ഫില്ലിങ്ങും ആര് തന്നെയാണ് ചെയ്യേണ്ടത്? എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ്. അതുപോലെ കേപ്പിന് കീഴിലുള്ള സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരുടെ മക്കൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റും അതും ഈ എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ ആണ് മെറിറ്റ് സീറ്റ്, അതായത് ഫുൾ ഫീ സീറ്റിലേക്കാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്ന് മാത്രം. ഓക്കെ, അതൊക്കെ എൻട്രൻസ് കമ്മീഷനാണ് ഫില്ല് ചെയ്യുക. ഇനി അതിൻ്റെ ഫീസ് ഡീറ്റെയിൽ നോക്കാം. ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും ഓട്ടോണോമസ് എയ്ഡഡ് കോളേജിലുമൊക്കെ ഏകദേശം 8680 രൂപയാണ് ട്യൂഷൻ ഫീ ആയിട്ട് ഒരു വർഷം അടയ്ക്കേണ്ടി വരിക. ഇനി ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ അതിൽ 2 കാറ്റഗറി ആയിട്ട് മെറിറ്റ് ലോവർ ഫീ സീറ്റുമുണ്ട്, ഫുൾ ഫീ സീറ്റുമുണ്ട്. ഇതൊരു മാനേജ്മെൻറ്റ് സീറ്റായിട്ട് കൺസിഡർ ചെയ്യാം, ഇത് മെറിറ്റ് സീറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കി. എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് കേരള യൂണിവേഴ്സിറ്റിയിൽ 36,750 രൂപയാണ് ഒരു വർഷത്തേക്ക് മെറിറ്റ് ലോവർ ഫീസിൽ വരിക. ഫുൾ ഫീയിൽ 68,250 രൂപയാണ്. ഇനി അതേപോലെ SCT കോളേജ് എഞ്ചിനീയറിംഗിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ ലോവർ ഫീയിൽ 46,920 രൂപയും ഫുൾ ഫീയിൽ 87,240 രൂപയും. അതേ കോളേജിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇതിനൊക്കെ ഫീസ് 46,920 രൂപ ലോവർ ഫീയും 1,05,530 ഫുൾ ഫീയുമാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഫീ വരുമ്പോൾ 46,920 രൂപ ലോവർ ഫീയും 91,290 രൂപ ഫുൾ ഫീയുമാണ്. ഒരേ കോളേജിൽ ലോവർ ഫീയും ഫുൾ ഫീയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതാദ്യം കൊടുക്കാം, പിന്നീട് താഴെ ഇത് ഓപ്ഷൻ വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾ ഏത് സീറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു അതിനനുസരിച്ചാണ് കിട്ടുക. അതുപോലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതേപോലെ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഇതിൻ്റെയൊക്കെ ഫീ ലോവർ ഫീ 49,613 രൂപയും ഫുൾ ഫീ 82,688 മറ്റു കോഴ്സുകൾക്ക് 44,100 ലോവർ ഫീയും 77,175 ഫുൾ ഫീയുമാണ്. അതുപോലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂര്, അതുപോലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ, ഇങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന കോളേജുകളിലൊക്കെ ലോവർ ഫീ 44,100 ഫുൾ ഫീ 71,663 ഇനി IHRDയുടെ കീഴിലുള്ള മൂന്നാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 35,000 രൂപ ലോവർ ഫീ ആണെങ്കിൽ 65,000 രൂപ ഫുൾ ഫീ ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇതിനൊക്കെ 35,000 രൂപയാണ് വരിക. 95% മെറിറ്റ് ലോവർ ഫീക്ക്, 95% സീറ്റിനും ഈ 35,000 ആണ്. ഇനി എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 95% ഗവൺമെൻറ് സീറ്റിനും 40,000 രൂപയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 95% സീറ്റിനും 50,000 രൂപയാണ് ഒരു വർഷത്തേക്ക്. ഇനി കേപ്പിന് കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് മുട്ടത്തറയിൽ ലോവർ ഫീ 55,000 രൂപയാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അതർ ഫീ അല്ലെങ്കിൽ അതർ കോഴ്സസിന് 45,000 ഇതിങ്ങനെ ഓരോ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. ഇത് നിങ്ങൾക്ക് കീമിൻ്റെ പ്രോസ്പെക്ടസിൽ ആ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇനി ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികൾ മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. സീറ്റ് കിട്ടിയാൽ മുഴുവൻ ഫീയും അടയ്ക്കണം. ഇനി സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ 8,000 രൂപ ടോക്കൺ ഫീ അടയ്ക്കണം. ഇനി SC ST അല്ലെങ്കിൽ OEC കാറ്റഗറി ഒക്കെ ആണെങ്കിൽ 500 രൂപ അടച്ചാൽ മതി. ഇനി SC ST അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ് കുട്ടികൾ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലും മറ്റും മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർ ഫുൾ ഫീ അടയ്ക്കേണ്ടി വരും. ഫീസ് ആനുകൂല്യമില്ല, അവരടയ്ക്കേണ്ടത് 8,000 SC ST കാറ്റഗറി ആണെങ്കിൽ പോലും മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടിയാൽ നിങ്ങൾ ഫുൾ ഫീ അടയ്ക്കണം. അതിവിടെ നിങ്ങൾ ടോക്കൺ ഫീ 8,000 രൂപ അടയ്ക്കുകയും വേണം. മുമ്പ് രജിസ്ട്രേഷൻ ഫീ കൂടുതൽ ഞാൻ പറഞ്ഞിരുന്നു. രജിസ്ട്രേഷൻ ഫീ ഒരു കുട്ടി 2,000 രൂപയാണ് അടയ്ക്കുന്നത്. SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 500 രൂപ അടയ്ക്കണം. സീറ്റ് കിട്ടിയതിന് ശേഷം അഡീഷണലി 8,000 അടയ്ക്കണം. അപ്പോൾ മൊത്തം നിങ്ങൾ 10,000 അടയ്ക്കും. SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 500 ഓൾറെഡി അടച്ചു, ഇനി ഒരു 500 കൂടെ അടയ്ക്കും. അങ്ങനെ 1,000 രൂപ അടയ്ക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പ്രവേശനം നേടും എന്നുറപ്പുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ളതേ കൊടുക്കാവൂ. എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു. നിങ്ങളൊരു 10 ഓപ്ഷൻ വെച്ചു, 10ാമത്തേത് കിട്ടിയപ്പോൾ വിചാരിക്കുകയാണ് എനിക്കത് വേണ്ട എന്ന് വിചാരിച്ചാൽ ആ 10ാമത്തേതും പോയി, നിങ്ങൾ ആ റൗണ്ടിൽ നിന്ന് ഔട്ടായി. ഇനി ഒരു റൗണ്ടിൽ നിങ്ങൾ ചെല്ലുകയില്ല. അപ്പോൾ നിങ്ങൾ ഇനി പരിഗണിക്കില്ല. അതുകൊണ്ട് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ളതേ കൊടുക്കാവൂ. അതേപോലെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഫലം തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ ഓൺലൈനായിട്ട് ഓപ്ഷൻ കൊടുക്കാം. റിസൾട്ട് വിത്ത് ഹെൽഡ് ആയ കുട്ടികൾക്ക്. എന്നാൽ വിത്ത് ഹെൽഡ് ആവാനുള്ള കാരണം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ. അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്താൽ, നിങ്ങളതിന് പകരം സഫീഷ്യൻറ്റ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്താൽ അവരെ എന്ത് ചെയ്യും, പരിഹരിക്കുക അല്ലെങ്കിൽ അതിലേക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ 6-ാം തീയതി, ജൂലൈ 6-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഡിഫക്റ്റ് പരിഹരിക്കാത്ത പക്ഷം അവരുടെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് പരിഗണിക്കില്ല. നേരെ തിരിച്ച് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് ആ ഡിഫക്റ്റ് പരിഹരിച്ചാൽ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റും കിട്ടും. ഇനി ഇതിൽ കോളേജുകളുടെ ലിസ്റ്റ് നോക്കാം മക്കളെ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഏകദേശം 9ഓളം കോളേജുണ്ട്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, അതുപോലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, വയനാട്. ഇങ്ങനെ 9 കോളേജുകളാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. എയ്ഡഡ് NSS കോളേജ് പാലക്കാടാണ്. എയ്ഡഡ് ഓട്ടോണമസ് കോളേജിൽ മാർ അത്തനേഷ്യസ് കോളേജ് വരും, TKയും വരുന്നുണ്ട്. അതേപോലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കേളപ്പാജി കോളേജ് മലപ്പുറം തവനൂർ വരുന്നുണ്ട്. അതേപോലെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കോലാഹലമേട് ഇടുക്കി വാഗമണ്ണിലെ കോളേജ് വരുന്നുണ്ട്, മണ്ണൂത്തിയിലെ കോളേജ് വരുന്നുണ്ട്, പൂക്കോട് ക്യാമ്പസ് വരുന്നുണ്ട്, തിരുവനന്തപുരം വരുന്നുണ്ട്. അതുപോലെ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ കുഫോസിൻ്റെ എറണാകുളത്തെ ക്യാമ്പസ് വരുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ IHRDയുടെ കീഴിൽ നിങ്ങൾ നോക്കിയാൽ ഏകദേശം 10ഓളം കോളേജ് ഈ ലിസ്റ്റിൽ കാണാം. അതുപോലെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ ലാൽ ബഹദൂർ LBSൻ്റെ കീഴിൽ വരുന്ന 2 കോളേജ് കാസർഗോഡും പൂജപ്പുരയും വരുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് ഷെയറിംഗ് കേപ്പിന് കീഴിൽ വരുന്ന കോളേജുകളുടെ ലിസ്റ്റ് 9ഓളം കോളേജുകളുണ്ട്. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന DMC ഉണ്ട്. കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ KSRTCയുടെ കീഴിൽ വരുന്ന തിരുവനന്തപുരത്തെ ക്യാമ്പസ് ഉണ്ട്. അതുപോലെ പ്രൊഫഷണൽ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അതിൽ വരുന്ന ഒരു കോളേജ് തൊടുപുഴ ഇടുക്കി വരുന്നുണ്ട്. അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ വരുന്നതുണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന് കീഴിൽ വരുന്നതുണ്ട്. അതുപോലെ കാത്തലിക് മാനേജ്മെൻറ്റ് കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റുണ്ട്, ഒരു 7 എണ്ണം. അതേപോലെ കാത്തലിക് മാനേജ്മെൻറ്റ് കീഴിൽ വരുന്ന ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അമൽജ്യോതി പോലെ, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് പോലെ. അതിനുശേഷം പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷന് കീഴിൽ വരുന്ന കോളേജുകളുണ്ട്. അത് കുറേ കോളേജുകളുണ്ട്. ഏകദേശം ലിസ്റ്റ് നോക്കിയാൽ കാണാം, ഏകദേശം ഇതിൽ 73ഓളം കോളേജുകൾ അതിൽ വരുന്നുണ്ട്. അതേപോലെ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജസ് വേറെയും വരുന്നുണ്ട്, അതൊരു 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോളേജുകളുടെ ലിസ്റ്റുമുണ്ട്. ഞാൻ ഈ PDF അങ്ങനെ തന്നെ ഗ്രൂപ്പിൽ, ഈ വീഡിയോയുടെ പിന്നാലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ കോളേജുകളുടെ ലിസ്റ്റ് കാണണമെങ്കിലോ ഫീസിൻ്റെ ലിസ്റ്റ് കാണണമെങ്കിലോ നിങ്ങൾക്ക് ഈ ഫയൽ ഉപയോഗിക്കാം. ഞാനതിൻ്റെ ഒരു ഏകദേശം ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ വേണമെങ്കിൽ നോക്കാം. ഫയലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മെയിൻ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ കോളേജുകളുടെ ലിസ്റ്റ് മുഴുവൻ വായിക്കുകയോ ഫീസ് മുഴുവൻ വായിക്കുകയോ ചെയ്താൽ ഈ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. ഈ ലിസ്റ്റ് ഞാൻ അങ്ങനെ തന്നെ ഇടാം. ഈ ലിസ്റ്റിലെ മെയിൻ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അപ്ഡേറ്റ് വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.